ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഡൽഹി ഫരീദാബാദ് ധ്യാന കേന്ദ്രത്തിൽ ഞാനായിരുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. 2007 മുതൽ 2010 വരെയുള്ള ആ കാലഘട്ടത്തിന് ഇടയിലുണ്ടായ സംഭവമാണ്. ഞാൻ അവിടെ ആ സമയത്തായിരുന്നപ്പോൾ മലയാളിയായ ഒരു ദൈവശുശ്രൂഷയിൽ ഒത്തിരി താല്പര്യവും അതിനോട് സമർപ്പണമൊക്കെ ഉള്ള ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു. വല്ലാതെ ദുഃഖിച്ച് തളർന്ന് വ്യവസനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ആദ്യം തന്നെ ചോദിച്ചു. ഞാൻ അധികം കൂടുതൽ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഭക്ഷണം ഒന്ന് കഴിക്കാം എന്നും പറഞ്ഞ് എനിക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നതുകൊണ്ട് നമ്മുടെ വിൻസെൻഷൻ ധ്യാന കേന്ദ്രങ്ങളൊന്നും ശുശ്രൂഷ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്കാളെ അറിയാമായിരുന്നു. എൻ്റെ അടുക്കൽ വരാറുള്ള ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ ഊട്ടുമുറയിൽ കൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷേ ആ സമയം മുഴുവൻ അദ്ദേഹം കരയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോഴും കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 18 വർഷമായി ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും ഇടവക മേഖലയിലും ഒക്കെ ശുശ്രൂഷയിൽ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മിനിമം 10 തവണ ഒരു പ്രത്യേകമായ തെറ്റിന്, കുറ്റത്തിന്, ഒരു വീഴ്ചയ്ക്ക്, പരാജയത്തിന് എന്നെ അധികാരികൾ പിടിച്ചിട്ടുമുണ്ട്, ശിക്ഷിച്ചിട്ടുമുണ്ട്, എന്നെ പുറത്താക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ എനിക്ക് സൽപ്പേര് നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ എന്താണ് ഇങ്ങനെ പിഴച്ചു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ ബലഹീനതകളോ കുറവുകളോ ഒന്നും വിശദമായിട്ട് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നുള്ളതിൻ്റെ കാരണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട്ടൊന്ന് പങ്കുവയ്ക്കുക. ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ നവീകരണം എന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റമാണെന്ന് നമുക്കറിയാം. ആയിരിക്കുന്ന അവസ്ഥ അത് കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും ബലഹീനതകളും ഉള്ളതാണ്. ആയിരിക്കേണ്ടത് അത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പരിപൂർണതയിലേക്കുള്ള വളർച്ചയുടെ ഒരു മേഖലയാണ്. അത് ഏതെങ്കിലും ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പാപം അല്ലെങ്കിൽ ഒരു ബലഹീനതയെ ന്യായീകരിച്ചുകൊണ്ട് ഇതെൻ്റെ പാരമ്പര്യമായി കിട്ടിയ സ്വഭാവമാണെന്നോ അല്ല എൻ്റെ ബലഹീനതയാണെന്നോ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവർക്ക് ആ ആയിരിക്കേണ്ട അവസ്ഥയിലെത്താൻ പറ്റില്ല. ഇന്ന് നമ്മൾ ധ്യാനത്തിൻ്റെ ഒരു അടിസ്ഥാന വചനമായി എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 17-ാം വചനമാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞൊഴുകി പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക, അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. ഈ ഒരു വചനത്തിൻ്റെ അർത്ഥം ഞാൻ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനെന്ന് ശ്രമിച്ചു. അതായത് അന്നത്തെ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സെമിറ്റിക് ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് അനുബന്ധിച്ച് ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ഈ മുന്തിരിക്കൃഷി ചെയ്യുന്നവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈശോ ഇത് പറഞ്ഞത്. ഈശോ ഇസ്രായേലായിരുന്നല്ലോ ജനിച്ചു വളർന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾ മുന്തിരി കൃഷി ചെയ്യുമ്പോൾ ഈ മുന്തിരിയുടെ ഫലങ്ങൾ മൂത്ത് കഴിയുമ്പോൾ എടുത്ത് അങ്ങനെ തന്നെ ഭക്ഷിക്കുന്നു. മറ്റു ചിലർ മുന്തിരി ഉണക്കമുന്തിരിയായിട്ട് കിസ്മിസ് ആക്കി മാറ്റി അത് ഭക്ഷണപദാർത്ഥങ്ങൾ ചേർത്ത്, പ്രത്യേകിച്ച് ഗോതമ്പ് അട അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ഭക്ഷണത്തോട് ചേർത്ത് കഴിക്കുന്നു. മൂന്നാമതായി ആ മുന്തിരിയുടെ ചാറ് പിഴിഞ്ഞ് അപ്പോൾ തന്നെ മുന്തിരിയുടെ ജ്യൂസ് കുടിക്കുന്നു. നാലാമതൊരു സാധ്യത, മുന്തിരിയുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം മുന്തിരി സീസൺ അല്ലാത്ത കാലത്തേക്ക് വേണ്ടി മുന്തിരിച്ചാറ് കെട്ടിവെച്ചത് വീഞ്ഞാക്കി മാറ്റി അത് അവരുടെ ഒരു ദ്രാവക ഭക്ഷണമായി അല്ലെങ്കിൽ ദ്രവ്യ രൂപത്തിലുള്ള ഒരു ഭക്ഷണമായി അവർ ഉപയോഗിക്കുന്നു. അതൊരു ലഹരിക്ക് വേണ്ടിയുള്ള മദ്യമായിട്ടല്ല, ഒരു ഭക്ഷണപാനീയമായിട്ട് അവരത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ വീഞ്ഞ് ഒഴിച്ചു വെക്കുന്ന തോൽക്കുടങ്ങളിലാണ്. തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്ന വീഞ്ഞ് ഉപയോഗിച്ച് ആ പാത്രത്തിൽ തോൽക്കുടത്തിൽ വീഞ്ഞെടുക്കുന്തോറും തോൽക്കുടങ്ങളുടെ മുകൾ ഭാഗം അതിൽ അതിൻ്റെ അളവ് താന്ന് വന്ന അവസാനം വീഞ്ഞ് പൂർണ്ണമായി തീർന്നു കഴിയുമ്പോഴേക്ക് ഈ വീഞ്ഞ് തീർന്നു പോയ തോൽക്കുടങ്ങൾ ഉണങ്ങി വരണ്ട് ബ്രിട്ടിൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പൊട്ടി തകരാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതൊന്ന് പിടിച്ച് ഞെക്കിയാൽ, അത് അമർത്തിയാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ പൊട്ടിപ്പോകുന്ന ബ്രിട്ടിലായിരിക്കുന്ന അവസ്ഥയിലേക്ക് പുതിയ വീഞ്ഞൊഴിച്ചാൽ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ അതിൽ കൂടുതൽ ലഹരി ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ
ആ സമ്മർദ്ദം താങ്ങാനാവാതെ ആ ഉണങ്ങിയ തോൽക്കുടത്തിലാണ് ഒഴിച്ചു വെക്കുന്നത്, പൊട്ടിത്തകർന്നു പോകും. അപ്പോൾ കർഷകരെന്ത് ചെയ്യും? ഈ ഉണങ്ങിയ തോൽക്കുടങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും. ഏതാണ്ട് കുറച്ച് മണിക്കൂറുകളോ ദിവസങ്ങളോ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് വളരെ അയഞ്ഞ രൂപത്തിലേക്ക് വന്ന ഈ തോൽക്കുടങ്ങളെടുത്ത് തണലിൽ ഇട്ട് അത് ഉണക്കിയെടുക്കും. ഇളം വെയിലിലിട്ട് അത് ഉണക്കിയെടുക്കും. എന്നിട്ട് ഒലിവെണ്ണ പുരട്ടി അതിനെ മൃദുവാക്കി മാറ്റി വീണ്ടും ആദ്യ രൂപത്തിൽ പുതിയ തോൽക്കുടം എന്ന് പറയാവുന്ന രീതിയിൽ അതിനെ ആക്കിയിട്ട് വീഞ്ഞിൻ്റെ സമ്മർദ്ദം, അതിൻ്റെ ആ ശക്തിയൊക്കെ താങ്ങാനാവുന്ന വിധത്തിലാക്കിയിട്ടാണ് പുതിയ വീഞ്ഞ് അതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലം അടിസ്ഥാനപ്പെടുത്തി ഈശോ പറയുകയാണ്, പുതിയ വീഞ്ഞ് ആരും പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല, പുതിയ തോൽക്കുടങ്ങളാണ് ഒഴിച്ചു വെക്കുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈശോ ഒരു നവമായ സുവിശേഷമാണ് ഇസ്രായേൽ ജനത്തിന് നൽകുന്നത്. ഏതാണ്ട് 1850 വർഷങ്ങൾ പഴക്കമുള്ള ഇസ്രായേൽ ജനതയുടെ ചരിത്രം, അത് ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ദൈവം നൽകിയ വെളിപാടുകൾ, ആ വെളിപാടുകൾ അവർ വ്യാഖ്യാനിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെല്ലാം കൂടി അടങ്ങുന്ന അവരുടെ ഒരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യങ്ങളിൽ അനേകം കാര്യങ്ങൾ ദൈവികമല്ലാത്തതോ വെറും മാനുഷികമായതോ ചിലതെല്ലാം പൈശാചികമായതോ ആയിരുന്നു. 3 തരത്തിലാണ്. ദൈവികമല്ലാത്തത് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ മാനുഷികമാണ്, ചിലതെല്ലാം പൈശാചികവുമാണ്. അങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ജീവിതശൈലിയോ മുറുകെ പിടിച്ചിരുന്ന അവരോടാണ് ഈശോ ഇങ്ങനെയൊരു ഉപമ പറയുന്നത്. പ്രത്യേകിച്ച് അവരുടെ സാബത്ത് ആചരണത്തിൽ തന്നെ സാബത്താചരണത്തിൻ്റെ അർത്ഥമോ അരൂപിയോ മറന്ന് വെറും നിയമപാലനത്തിൻ്റെ ഒരു പ്രത്യേക ചട്ടക്കൂട് മാത്രമുള്ള ആന്തരികതയില്ലാത്ത ആചരണത്തിലും അനുഷ്ഠാനത്തിലും ഊന്നിയൊരു ജീവിതം നയിച്ചിരുന്ന യഹൂദരോടാണ് ഈശോ ഇത് പറയുന്നത്. എല്ലാവരും അങ്ങനെയല്ല, വളരെ ആത്മാർത്ഥത്തോടെ ജീവിതം നയിച്ചിരുന്നവരുണ്ട്. പക്ഷേ ഈ ഫരിസേയരും നിയമജ്ഞരും യേശുവിനെ ചോദ്യം ചെയ്തവരും തള്ളിക്കളഞ്ഞവരും കുറ്റപ്പെടുത്തിയവരൊക്കെ ഇതുപോലെ നിയമത്തിൻ്റെ നൂലഴ കയറി പരിശോധിക്കുന്നവരാണെങ്കിലും അതിൻ്റെ അരൂപി നഷ്ടപ്പെട്ടവരായിരുന്നു. അതിന് കാരണം എന്താണെന്ന് ഈശോ പറയുകയാണ്, നിങ്ങളിപ്പോഴാ പഴയ തോൽക്കുടമായി പൊട്ടിത്തകരാവുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെള്ളത്തിലിട്ട് വെക്കുന്ന തോൽക്കുടം എന്ന് പറയുന്നത് വചനമാകുന്ന ജലത്തിൽ ആ തോൽക്കുടത്തെ മുക്കിയിടണം. 2, യേശുവിൻ്റെ നീതിസൂര്യനായ യേശുവിൻ്റെ ചൂടേറ്റ്, അവൻ്റെ കൃപയേറ്റ് അത് ഒരു നോർമലായിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലം ഒലിവെണ്ണ പുരട്ടി അതിനെ അവർ ശരിയാക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്നേഹം അവർക്കിനി കിട്ടണമെങ്കിൽ, പിതാവിൻ്റെ രക്ഷ അവർ സ്വന്തമാക്കണമെങ്കിൽ, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഈ പഴയ നിയമ ജനതയുടെ ആത്മീയ അറിവിൻ്റെ ആത്മീയമായ ബോധ്യത്തിൻ്റെ തലത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട അതിൻ്റെ പൂർണ്ണത, പഴയ നിയമ വെളിപാടുകളുടെ പൂർണ്ണത യേശുവിലൂടെ വന്നില്ലേ, ആ പൂർണ്ണത ഉള്ള വെളിപാടുകളെ അവർ സ്വീകരിച്ചാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ അവരുടെ പഴയ ജീവിത ശൈലിയിൽ നിന്നൊന്ന് മാറ്റം വരുത്തണം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊളോസ്യോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വളരെ ശക്തമായൊരു വചനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും ചെയ്യണം. പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മുടെ പാപത്തിൻ്റെ ആസക്തി നിറഞ്ഞ ഒരു കലുഷിതമായ മനസ്സോ ആത്മീയ മേഖലയോ ഉള്ള ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ സുവിശേഷ ചൈതന്യം ഉൾക്കൊള്ളാൻ പറ്റില്ല, സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു നവീകരണം ഉണ്ടാകണം. ഞാൻ അന്ന് എൻ്റെ അടുക്കൽ വന്ന ഡൽഹി ഫരീദാബാദ് ധ്യാന കേന്ദ്രത്തിൽ വന്ന ആളോട് ഞാൻ പറഞ്ഞത്, നിൻ്റെ ഏതെങ്കിലും പഴയകാല ജീവിതത്തിലെ ബോധ്യങ്ങളോ ധാരണകളോ നീ രഹസ്യമായിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒന്നല്ല ഒട്ടനവധി. 1, എല്ലാ ദിവസവും ശുശ്രൂഷ മേഖലയിലായിരിക്കുന്നവൻ വീട്ടിൽ ചെന്ന് രഹസ്യമായിട്ട് മദ്യപിക്കും. ഭാര്യയെ മറച്ചു വെച്ച് ആദ്യകാലം മദ്യപിച്ചിരുന്നത് ക്ലോസറ്റിൽ ഒളിപ്പിച്ച് വെക്കുമായിരുന്നു ഈ മദ്യക്കുപ്പി. അപ്പോൾ അത് ഭാര്യ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ വേറെ ചില രഹസ്യമായിട്ടുള്ള പാപമേഖലകൾ ആരും അറിയാതെ തുറന്നുകൊണ്ടിരിക്കും. ആ പഴയ മനുഷ്യൻ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യനാവുന്നില്ലെങ്കിൽ, യേശുവിൽ നവീകരണം നടക്കുന്നില്ലെങ്കിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്നില്ലെങ്കിൽ
അദ്ദേഹത്തിന് ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ പുത്തനഭിഷേകത്തിൻ്റെ നിറഞ്ഞ മേഖലയിൽ വളരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവിടെ ഞങ്ങളെ ധ്യാന കേന്ദ്രം തന്നെ ഒരു മാസത്തോളം നിന്ന് ധ്യാനം കൂടി. ഞാൻ വേറെ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. ധ്യാനം കൂടുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അദ്ദേഹത്തോട് ഒരു നല്ല കുമ്പസാരം നടത്താൻ പറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ അടുത്ത കാലത്ത് വീണ്ടും കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പഴയ കാലത്തെ പാപജീവിതം ഒന്നും ചെയ്യുന്നില്ല, ഒരു ശുശ്രൂഷയിൽ പോകുന്നില്ലെങ്കിലും എൻ്റെ ഭാര്യയും മക്കളെ സ്നേഹിച്ച് എൻ്റെ ഇടവകയിൽ ചെയ്യാവുന്ന ശുശ്രൂഷ ചെയ്ത് ഞാൻ പുതിയൊരു ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. കൃഷിമേഖലയിലാണ്. അതുമായിട്ട് വളരെ സന്തോഷകരവും ജീവൻ നിൽക്കുന്നു. പക്ഷേ ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി ആനന്ദിക്കുന്നു, മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ തോൽക്കുടങ്ങളിൽ പുതിയ വീഞ്ഞൊഴിക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ നവീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരാൻ ദൈവത്തിന് പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പഴയ തോൽക്കുടങ്ങൾ ആകുന്ന അവസ്ഥയിൽ, ഒഴിഞ്ഞ തോൽക്കുടങ്ങളായിരിക്കുന്ന ഒരവസ്ഥയിൽ, എപ്പോൾ വേണേലും ഞങ്ങൾ പൊട്ടിത്തകരാവുന്ന ഒരവസ്ഥയിൽ ആണ് ഞങ്ങളെങ്കിൽ ഞങ്ങളെ നവീകരിച്ചെടുക്കാൻ അങ്ങയുടെ പരിശുദ്ധ വചനങ്ങളും അങ്ങയുടെ പരിശുദ്ധ കൂദാശകളും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യരെ രൂപാന്തരപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.